ഇത്തവണ നമ്മുടെ ഉത്സവം ഗംഭീരമായില്ലേ? ഒന്ന് പോടാവേ, എവിടെ കൃത്യമായിട്ട് നടക്കുന്നു? എന്ത് താനെന്ത് എങ്ങനെ പറയുന്നത്? ആദ്യം വന്നവൻ മധുരയുടെ പ്രിയപ്പെട്ടവനാ. ഇവനാണ് അവനെ എല്ലാം. ഇവന്റെ കുടുംബം അവനെ വലുതാക്കി. അവനെ ഒരു മുസ്ലിമാ. അടുത്തത് വയസ്സുകൊണ്ട് ഇവനെക്കാളും മൂത്തോനാ. അവൻ ചെയ്യുന്ന പണിയോ വായി കഴിക്കുന്നു. അവന്റെ പേര് കത്രി സോമു. ലോകത്ത് 3 തരം ആളുകളുണ്ട്. സ്നേഹം കൊടുക്കുന്നവൻ, സ്നേഹിതൻ, ഒന്നിലും പതറാത്തവൻ, ആർക്കും കീഴ്പ്പെടാത്തവൻ. ഈ 3 സ്വഭാവമുള്ള ആളെ കണ്ടിട്ടുണ്ടോ? അവനാണ് നമ്മുടെ മധുര. മോളെ സെൽവി, എടാ, ഈ കത്തിയും കപ്പടയൊക്കെ വിട്ടിട്ട് തോക്ക് കൊണ്ട് ഡിഷ്യും ഡിഷ്യും ഡിഷ്യും. പക്ഷെ അതൊന്നും ഇവിടെ നടക്കൂലല്ലോ. അതിന് വിദേശത്ത് തന്നെ പോണം. എത്ര വേണ്ടേ? അവൻ എത്ര ധൈര്യം നോക്കടാ. ഡെയിലി ഒരു കില്ലിങ്ങും ഒരു കട്ടിങ്ങും. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്? നമ്മുടെ നാട്ടിൽ വന്ന് ഒരുത്തനെ കൊന്നിട്ട് നമ്മുടെ കൺമുന്നിലിരുന്ന് മദ്യപിക്കണമെങ്കിൽ ഇവർക്ക് എത്ര ധൈര്യം ഉണ്ടാവണം? ഇവരെ കുത്തി മരത്തണം. മധുരേ, ഇവിടെ നീ ഓരോ തവണയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പുറത്ത് തല കാണിക്കാൻ പറ്റുന്നില്ല. കൂടുതൽ ഇടന്ന് കളിക്കല്ലേ. ഒന്ന് ചേട്ടോ, ചേട്ടന് ചെന്താമരയ്ക്കല്ലേ പ്രശ്നം? ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവനാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞേക്ക്, ഞാൻ പോയേക്കാം. എടോ, താൻ ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. ചോദിക്കുന്നത് കേട്ടില്ലേ? പറയേ. എടോ, അതിനെ കുറിച്ചല്ലേ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുതലാളിക്കിട്ട് പണി കൊടുത്തതിന് ശേഷം ഞങ്ങൾ നിങ്ങൾ വെറുതെ വിട്ട് കഴിഞ്ഞാലേ ഈ നാട്ടിൽ ആരെങ്കിലും ഞങ്ങളെ ബഹുമാനിക്കോ? ചെന്താമരയോട് ഞങ്ങൾ പറഞ്ഞോളാം. ചെന്താമര സമ്മതിക്കേ ഉള്ളൂ. ചേട്ടോ, ഞങ്ങൾ ചെയ്ത കാര്യത്തിന് കഴുത്ത് മാത്രമേ ഞങ്ങൾ അർത്ഥുള്ളൂ. പക്ഷെ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എടാ മധുരേ, നമ്മളൊക്കെ ഒരേ ജാതിക്കാരല്ലേ. ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മൾ ഒരുമിച്ച് വേണം നിൽക്കാൻ. അവനെ മാത്രം ഇവിടെ വിട്ടിട്ട് നിങ്ങൾ സ്ഥലം വിട്ടോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ചേട്ടോ,
ഇതിപ്പോ ശരിയാവുന്നില്ല. വേണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോയിക്കോളാം. എടുക്ക കൊടുവാളൊക്കെ. സാധനം ഉണ്ടോ നിന്റെ അടുത്തുണ്ടോടാ? പറയടാ, വേഗം പറയടാ. ശരി ചേട്ടാ, അവനെല്ലാം വിട്ടേച്ചു കൊണ്ടത്. എവിടെ വിട്ടേച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ മതി. ആ കാറിനകത്തിരുത്ത്. ശരി ചേട്ടാ. ആ കാറിലോട്ട് പോയിരുന്നേ. പോയി ഇരിക്കടാ, ഞാൻ പറയും. പോടാ പോടാ, പോയി ഇരിക്കവിടെ. ചേട്ടൻ നിന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ നോക്കിക്കോളാം. നീ പോ. ഇവന്മാർക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കയറി കളിക്കും. നമുക്ക് നോക്കാം, നീ നടക്ക്. എടാ മാണിക്ക, ആശാനെ, കഴിഞ്ഞ മാസം നമ്മള് ദാസപ്പെന്ന് പറഞ്ഞ ഒരുത്തരെ തട്ടിയില്ലേ? ഇപ്പൊ ഒരു ചെറുക്കൻ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. നിനക്ക് പറ്റിയ കാര്യമാ, തീർത്തിട്ട് വാ. ആരെടാ ഇത്? ഡോ. ആരെടാ അകത്ത്? നിന്റെ കാലനട. നിന്നോട് പോവാനല്ലടാ പറഞ്ഞ. പോവാൻ തന്നെയാ പറഞ്ഞത്. അപ്പൊ കയ്യിൽ സാധനം ഉണ്ടായിരുന്നില്ല. എന്നിട്ടോ? സാധനം ഇപ്പോ ഉണ്ടല്ലോ. എവിടെ? മാറി നിൽക്കണം. കലക്കി മധുര, എല്ലാരും പറന്നുപോയി. സ്നേഹിക്കുന്ന പെണ്ണിനെ പോലെ ഞാൻ വിട്ടുകൊടുക്കും. പക്ഷെ ജീവന തുല്യമായി കാണുന്ന സുഹൃത്തിന് ഒരിക്കലും വിട്ടുകൊടുക്കില്ലടാ. അടിപൊളി. വാടാ.